ഇനി ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്നത് റോബോയുഗമാണെന്നാണ് പ്രവചനം. അതിനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഇപ്പോൾ തന്നെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ മനുഷ്യരുടെ ജീവിതത്തിൽ റോബോകൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെപ്പോലെ ചിന്തിക്കാൻ പോലും കഴിയുന്ന റോബോകളെ ഇപ്പോൾ പല ടെക് ഭീകരന്മാരും നിർമ്മിച്ചു കഴിഞ്ഞു. അതായത് മനുഷ്യന്റെ ഉപയോഗം കുറഞ്ഞുവരുന്നുവെന്ന് സാരം. നാം ചെയ്തിരുന്ന പല ജോലികളിലേക്കും ഇപ്പോൾ റോബോകളെ റീപ്ലേസ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങളാണ് ദിനംപ്രതി ടെക് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ഉപയോഗപ്രദമായ മറ്റൊരു കണ്ടുപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ദിവസവും പല്ല് തേക്കാറുള്ളവരില്ലേ നിങ്ങൾ? പല്ല് തേക്കാൻ മടിയുണ്ടോ നിങ്ങൾക്ക്? ദിവസത്തിൽ 2 നേരം പല്ല് തേക്കണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അത് ചെയ്യാനുള്ള മടികൊണ്ട് ആരും ആ പണിക്ക് പോകാറില്ല. എന്നാൽ ഇനി ആ ജോലിയോർത്ത് ആരും വിഷമിക്കേണ്ട. എന്നാൽ മടിയുള്ളവർക്ക് വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് മൈക്രോബോട്ടുകളുടെ കണ്ടുപിടുത്തം. അമ്പരപ്പിക്കുന്ന ജോലികൾ ചെയ്യാൻ ശേഷിയുള്ളവയാണ് മൈക്രോബോട്ടുകൾ. അവയെക്കൊണ്ട് പല്ലുവരെ തേക്കാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. കിടപ്പ് രോഗികൾക്കും ശാരീരിക പരിമിതികളുള്ളവർക്കുമെല്ലാം ഈ മൈക്രോബോട്ടുകളെ ഉപയോഗിക്കാൻ കഴിയും. ഈ മൈക്രോബോട്ടുകൾക്ക് അവയുടെ ചലനങ്ങളെ സ്വയമേ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം. അയേൺ ഓക്സൈഡ് നാനോ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള മൈക്രോബോട്ടുകളെ നിർമ്മിച്ചിരിക്കുന്നത്. കാന്തികശേഷി ഉപയോഗിച്ചാണ് ഇവയുടെ ചലനം നിയന്ത്രിക്കുന്നത്. ടൂത്ത്ബ്രഷിന് സമാനമായ നാരുകളാണ് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നീളമുള്ള ഈ നാരുകളുടെ സഹായത്തിൽ എളുപ്പത്തിൽ പല്ലുകൾ വൃത്തിയാക്കാനാകും. മൈക്രോബോട്ട് ടൂത്ത്ബ്രഷിന്റെ പരീക്ഷണം മനുഷ്യന്റെ പല്ലിൽ ഗവേഷകർ നടത്തിയിരുന്നു. ഈ പരീക്ഷണം വിജയകരമായിരുന്നു. മനുഷ്യന്റെ പല്ലിനെ കൃത്യമായി വൃത്തിയാക്കി അഴുക്കുകൾ നീക്കം ചെയ്യാൻ ഈ മൈക്രോബോട്ടിന് കഴിഞ്ഞിട്ടുണ്ട്. പല്ലിലെ അപകടകാരികളായ ബാക്ടീരിയകളെ കൊല്ലാനായി ആന്റിമൈക്രോബൈൽസ് ഉപയോഗിക്കാനും ഈ മൈക്രോബോട്ട്സിന് കഴിയും. പല്ലിന്റെ സൈസ് അനുസരിച്ച് മാറാനും അവിടെ ക്ലീനാക്കാനും ഇവയ്ക്ക് കഴിയും. ഒരു റോബോട്ടിക് കൈ വൃത്തിയാക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. വർഷങ്ങളായി നാം ബ്രഷുകളാണ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഇതുവരെ മാറ്റങ്ങളുണ്ടായിട്ടില്ല. പുതിയ കണ്ടുപിടുത്തം ഡെന്റൽ മേഖലയ്ക്കും ഉപയോഗപ്രദമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.